അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതേട്ടോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് നമ്മുടെ ലാക്മേയുടെ കാജൽ പെന്നാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ കണ്ണെഴുതണത് ഈ ലാക്മേയുടെ കാജൽ പെന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പൊതുവേ എൻ്റെ കണ്ണെഴുതണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ വീട്ടിലിരിക്കുവാണേലും കണ്ണൊക്കെ എഴുതിയിട്ടാണ് ഇരിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചിലർക്ക് കണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ണെഴുതുന്നത് മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഐലൈനറൊക്കെ മുകളിലോ താഴെയൊക്കെ എഴുതുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കും ഐലൈനർ എഴുതുന്നത് വലിയ ഇഷ്ടമില്ല. ഞാൻ എഴുതാറുണ്ടായിരുന്നു മുന്നേ, എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല ഇങ്ങനെ മുകളിലും താഴെയൊക്കെ ഐലൈനർ എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഐലൈനർ വെച്ചിട്ടും കൂടെ കണ്ണ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഐലൈനർ ഒന്നും എഴുതാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ ഇതുപോലത്തെ കാജൽ പെന്ന് വെച്ചിട്ട്, ഇപ്പോൾ ലാക്മേയുടെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കാജൽ പെന്ന് വെച്ചിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്ക് കണ്ണെഴുതണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെൻ, കാജൽ പെന്ന്. പിന്നെ ഇത് വേറെ കളറിലും കിട്ടും കേട്ടോ, പക്ഷെ ഞാൻ ബ്ലാക്കാണ് കൂടുതൽ ഉപയോഗിക്കണത്. എനിക്ക് ബ്ലാക്കാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് എൻ്റെ കണ്ണ് എഴുതാത്ത എൻ്റെ കണ്ണിൻ്റെ ലുക്കാണ് നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത് ഞാനൊരു കണ്ണാടി ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് ഞാൻ എഴുതണത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഫോണിലോട്ടും കൂടെ നോക്കണതാണ്. അപ്പം നമ്മളിങ്ങനെ വാട്ടർ ലൈൻ ഇങ്ങനെ എഴുതുക അടിയിലിങ്ങനെ. അപ്പം ഞാൻ എഴുതണ സമയത്ത് നമ്മുടെ അടിയിലത്തെ കൺപീലിയില്ലേ, കൺപീലിയോട് ചേർത്താണ് ഞാൻ എഴുതണത്. അതിനുശേഷം നമ്മളിത് കണ്ട മുകളിലത്തെ കൺപീലികളോട് ചേർത്തിട്ട് എഴുതണം. ഞാൻ ഒരുപാട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയല്ല, പീലികളോട് ചേർത്താണ് എഴുതണത്. അപ്പം നമ്മൾ പീലികളോട് ചേർത്ത് എഴുതി കൊടുക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് നിറഞ്ഞു നിൽക്കണ പോലെ തോന്നണത്. അതുപോലെ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ വശവും രണ്ട് സൈഡിൽ നിന്നും എഴുതി കൊടുക്കണം. അപ്പം നമ്മൾ അതിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് എഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് മറ്റേ കൈയുടെ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഈ നമ്മുടെ ഇന്നർ കോർണറും കൂടെ നന്നായിട്ടൊന്ന് എഴുതി യോജിപ്പിച്ചതിന് ശേഷം കണ്ണിങ്ങനെ നന്നായിട്ടൊന്ന് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പീലിയയിലേക്കൊക്കെ ശരിക്കും നന്നായിട്ട് നമ്മൾ എഴുതിയ നമ്മുടെ കാജൽ നന്നായിട്ട് ആയിക്കോളും. അതിന് ശേഷം നമ്മളത് ആയുടെ ഔട്ടർ കോർണറിൽ ചെറുതായിട്ടൊരു വാലിട്ട് കൊടുക്കണം. വലിയതായിട്ട് വാലയിടരുത്, ചെറുതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് ഉരുണ്ടിരിക്കുന്ന പോലെ ഒന്നും. അപ്പോൾ നമ്മുടെ കണ്ണ് നീണ്ടിരിക്കുന്നതായിട്ട് തോന്നാനായിട്ട് നമ്മൾ ചെറുതായിട്ട് ഔട്ടർ കോർണറിൽ ഒരു വാലും കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതേ ഇപ്പുറത്തെ കണ്ണ് ഞാൻ എഴുതുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയറ്റി എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് കയറ്റി എഴുതാട്ടോ. ഞാൻ എഴുതുമ്പോൾ എപ്പോഴും ഞാൻ എഴുതണത് പീലിയോട് ചേർത്താണ്, പീലിയെ തട്ടിയാണ് ഞാൻ എഴുതണത്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഇത് കാജൽ പരക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ഒന്നെങ്കിൽ കോമ്പാക്റ്റ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പൗഡർ ഇല്ലേ അത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. ആ പൗഡർ അങ്ങ് നന്നായിട്ട് അത് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് പുറത്തേക്ക് സ്പ്രെഡായി പോകത്തുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ രണ്ട് വശവും എഴുതി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ല കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഐലൈനർ കൊണ്ട് എഴുതാറില്ല എന്ന്. അപ്പോൾ ഞാൻ ഐലൈനറിന് പകരം ഇതുപോലത്തെ ബ്ലൂ പെന്നും കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ പുറത്ത് ഐബ്രോ ഐലൈനർ എഴുതുന്ന പോലെ എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ലാക്മേയുടെ കാജൽ പെൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാജൽ പെന്നാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ കാജൽ പെന്ന് വെച്ചിട്ട് കണ്ണിൻ്റെ പുറത്ത് എഴുതാറുണ്ടെന്ന്. അപ്പോൾ ഇത് ബ്ലൂ കളർ കാജൽ പെന്ന് വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ പുറത്ത് ഐലൈനറിന് പകരം എഴുതിയേക്കണതാണ്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കട്ടെ. ബൈ.